ഇന്നലത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി. എനിക്ക് വേറൊന്നും കൊണ്ടല്ല സങ്കടം തോന്നിയത്, എനിക്ക് അനീഷേട്ടൻ്റെ മുഖം കണ്ടപ്പോഴാണ് സങ്കടം തോന്നിയത്. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഡൈജസ്റ്റ് ആയിക്കൊള്ളണം എന്നില്ല. പക്ഷേ ഇതൊരു ഗെയിം ഷോയാണ് എന്ന് ഒന്ന് തലയിൽ കൊണ്ടുവന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കാനിരിക്കുകയാണ്. അനീഷേട്ടൻ ഷാനവാസ് അവരുടെ ആ കോംബോ നിങ്ങളിൽ ഭൂരിഭാഗം ആളുകൾക്കും ഇഷ്ടമാണെന്ന് എനിക്കും അറിയാം. എനിക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ ആ ഒരു കോംബോ, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അവർ രണ്ടുപേരും തമ്മിൽ ഉണ്ടാകട്ടെ, ജീവിതകാലം മുഴുവൻ നല്ല രണ്ട് സുഹൃത്തുക്കളായിരിക്കാൻ അവർക്ക് പറ്റട്ടെ. എന്നാൽ നിങ്ങൾ അനീഷേട്ടനെ ഒന്ന് ശ്രദ്ധിക്കുക. അനീഷേട്ടൻ്റെ ഗെയിം സത്യം പറഞ്ഞാൽ താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ലേ ഈ ഒരു കോംബോയിൽ കയറി വന്നതിന് ശേഷം. ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എങ്ങനെയായിരുന്നു അനീഷ് എന്ന് പറയുന്ന ആ വ്യക്തി തുടക്കം തൊട്ട്? ഷാനവാസ് എന്നല്ല, ആർക്കെതിരെ വേണമെങ്കിലും നിന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അനീഷ്. ആ അനീഷ് ഇപ്പോൾ ഷാനവാസിനെതിരെ മിണ്ടുന്നില്ല. ഷാനവാസിൻ്റെ കൂടെ നിൽക്കുക, സുഹൃത്താണ്, ഓക്കെ, നല്ല കാര്യം. പക്ഷെ തെറ്റ് കാണുമ്പോൾ വാ തുറന്ന് പറയാൻ അനീഷേട്ടൻ ഇപ്പോൾ പറ്റുന്നില്ല. ആദില നൂറ രണ്ടുപേരും ഒരു എന്താണ്, രണ്ട് ശരീരം ഒരു മനസ്സും ഒക്കെ ആയിട്ടാണെന്നാണ് പറയുന്നത്. പക്ഷേ ആദിലയുടെ തെറ്റുകൾ നൂറ പറയുന്നുണ്ട്. ഇവിടെ രണ്ട് സുഹൃത്തുക്കളായപ്പോൾ അനീഷിന് എനിക്ക് മനസ്സിലാവുന്നില്ല, ഒരു പരിധിയിൽ കൂടുതൽ അനീഷിനൊന്നും പറയാൻ പറ്റുന്നില്ല. അതെല്ലാം പോട്ടെ, എന്തിന് ലാലേട്ടൻ ഉൾപ്പെടെ അനീഷിനെ ഷാനവാസിലേക്ക് അടുപ്പിക്കുന്നു? ആ ഒരു സുഹൃത്ത് ബന്ധം വളർത്താനായിട്ട് ഫോഴ്സ് ചെയ്യുന്നു. എനിക്ക് അങ്ങനെ തന്നെ തോന്നി. ചില ആളുകളുടെ കാര്യത്തിൽ അവിടെ ഫോഴ്സിങ് നടക്കുന്നുണ്ട്. സാബുമോൻ്റെ കാര്യം നിങ്ങൾ നോക്കിക്കോ, സാബുമാൻ്റെ കാര്യം. സാബുമാനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മെൻ്റലി ബുദ്ധിമുട്ടിക്കുകയല്ലേ ആ വ്യക്തിയെ. സാബുമാൻ്റെ ഗെയിമിനെ പറ്റി പറഞ്ഞ് സാബുമാൻ രണ്ടാഴ്ചയായിട്ട് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മുന്നോട്ട് പോകും. ഒരു ഫോഴ്സിങ് പുള്ളിക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. എന്തിനോ വേണ്ടി പുള്ളിയെ തള്ളിവിടുന്നതാണെന്ന് എനിക്ക് തോന്നി. അതൊക്കെ ഒരു മെൻ്റൽ പ്രഷറിലേക്ക് എത്തിക്കത്തില്ലേ? അനീഷിൻ്റെ ഗെയിം നമുക്ക് അവിടെ തന്നെ നിൽക്കാം. അനീഷിൻ്റെ ഗെയിം മാറി. ഷാനവാസിൻ്റെ ഏതൊരു മനുഷ്യൻ്റെ ഭാഗത്തും കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ സംഭവിക്കും, അല്ലാതെ തെറ്റുകളൊന്നും സംഭവിക്കാത്ത മനുഷ്യന്മാരില്ല. ഷാനവാസിൻ്റെ ഭാഗത്ത് വരുന്ന തെറ്റുകൾ സത്യം പറഞ്ഞാൽ അനീഷിൻ്റെ ഈ ഒരു കോംബോ ഉള്ളത് കൊണ്ട്, അനീഷ് ഉള്ളത് കൊണ്ട് അത് ആരും ശ്രദ്ധിക്കാതെ പോവല്ലേ. ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 49 ലാലേട്ടൻ വന്ന ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡ്. അതിലെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് സംസാരിക്കാം. ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും ഇന്നലെ അവിടെ ഉണ്ടായിട്ടുമില്ല. എപ്പിസോഡ് സത്യം പറഞ്ഞാൽ കുറച്ച് ശോകമായിരുന്നോ എന്ന് ചോദിച്ചാൽ കുറച്ച് ശോകമായിരുന്നു. പക്ഷേ കൊടുക്കേണ്ട കൊട്ടുകൾ ലാലേട്ടൻ അവിടെയും ഇവിടെയും ഇല്ലാതെ കൊടുത്തു പോയിട്ടുണ്ട്. നെവിൻ്റെ കേസൊക്കെ അതൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞൊരു കേസാണ്. അത് വേറൊന്നുമല്ല, നെവിൻ്റെ കാര്യത്തിൽ വീഡിയോ പ്രൂഫ് ഒന്നും കാണിച്ചൊന്നും അവിടെ ആരെയും വലിച്ചു കീറാൻ പറ്റത്തില്ല. ഷാനവാസിനെ പോലും ലാലേട്ടൻ ഇന്നലെ മിണ്ടിയിട്ടില്ല. ഇന്നും എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ പേരും പറഞ്ഞൊരു വലിയ പ്രശ്നമൊന്നും അവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. നെവിൻ്റെ മുഖമൊക്കെ നിങ്ങൾ ഇന്നലെ കണ്ടായിരുന്നല്ലോ. നെവിൻ അങ്ങ് സങ്കടം വന്നിട്ട് വയ്യ. നെവിൻ വിചാരിച്ചോ ലാലേട്ടൻ വന്നിട്ട് ഷാനവാസിനെ അങ്ങ് വലിച്ചു കീറുവെന്നാ. ഒന്നും നടക്കത്തില്ല. കാരണം അത് ചെയ്താൽ ഷാനവാസ് ചിലപ്പോൾ പലതും വാ തുറന്ന് ഒച്ചത്തിൽ അങ്ങ് പറയും. അത് നെവിന് തന്നെ പണിയായി മാറും. ഒരു കമ്മ്യൂണിറ്റിക്ക് തന്നെ അത് പ്രശ്നമായിട്ട് മാറും. പിടികിട്ടിയോ? അതുകൊണ്ടാണ് ബിഗ് ബോസും ലാലേട്ടനും ഒക്കെ അത് വളരെ നൈസായിട്ടാണ് ഹാൻഡിൽ ചെയ്ത് പോയിരിക്കുന്നത്. അതിനു വേണ്ടി തന്നെയാണെന്ന് തോന്നുന്നു. നമ്മൾ ഇന്നലെ തുടങ്ങിയ രീതിയിൽ തന്നെ പറയാം. ഇന്നലെ ഫസ്റ്റ് നമ്മുടെ ജയിലിൽ ഒന്ന് തലേ ദിവസത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. അതിനുശേഷം നമ്മുടെ ജയിലിൽ റെനയും ഷാനവാസും കിടന്നിട്ട് ലാലേട്ടൻ ലെറ്റർ എഴുതിയതിനെ പറ്റി അവർ ലെറ്റേഴ്സ് അവിടെ വായിക്കുന്നുണ്ട്. അതൊക്കെ നല്ല രസമായിട്ട് അങ്ങ് പോയി. നമുക്ക് സംസാരിക്കാൻ ഒരുപാട് കോണ്ടന്റുകൾ ഉണ്ടായിരുന്നു. എന്നിട്ടും ഇതൊക്കെ അവിടെ കുത്തി കയറ്റണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കൂ. പലതും മുക്കാൻ വേണ്ടി, അത്രേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷം ഇവരുടെ ഈ ലെറ്റേഴ്സ് വായിച്ചതിന് ശേഷം ഒരു ഗെയിം അവിടെ കൊണ്ടുവരുന്നുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മുടെ അക്ബറിനും അനീഷേട്ടനും ഓരോ പണി കിട്ടിയിട്ടുണ്ടല്ലോ. അവർക്ക് അനീഷേട്ടന് മറ്റേ നോമിനേഷൻ പവർ ഇല്ല, അക്ബറിന് ക്യാപ്റ്റൻസിയിലേക്ക് പോകാൻ പറ്റത്തില്ല. അപ്പം അത് അവർക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി ഒരു ചെറിയൊരു ടാസ്ക് അവിടെ കൊടുക്കുന്നുണ്ട്. ആ ടാസ്കിൽ നമ്മുടെ അക്ബർ ജയിക്കുന്നുണ്ട്. അനീഷേട്ടന് ചെറിയ സങ്കടമൊക്കെ ആവുന്നുണ്ട്. അതിനുശേഷം ലാലേട്ടൻ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, ചെറിയ ചെറിയ തമാശ രീതിയിലുള്ളതും പിന്നെ ഇച്ചിരി ജനറൽ നോളജ്, ആ ഒരു ടൈപ്പ് ഓഫ് എല്ലാം കൂടെയും കൂട്ടിക്കുഴച്ചൊരു ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ പോലെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് കൂടുതലും ഉത്തരം പറഞ്ഞത് അനീഷേട്ടനാണ്. അതുകൊണ്ട് തന്നെ അനീഷേട്ടൻ ഒരു സർപ്രൈസ് കൊടുക്കുന്നുണ്ട്. ഇത്രയും ഉത്തരങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞുകൊണ്ടൊക്കെ ഞാൻ ബിഗ് ബോസിനോട് പോലും ചോദിക്കാതെ അനീഷിന് തിരിച്ചാ പവർ തരുന്നു, നോമിനേഷൻ പവർ എന്നൊക്കെ പറഞ്ഞ് അനീഷേട്ടൻ ആ പവർ കൊടുക്കുന്നുണ്ട്. നല്ല കാര്യം, അതൊക്കെ നല്ല കാര്യം. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഷാനവാസ് അനീഷ് ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെയൊക്കെ പൊക്കി പറയുന്നുണ്ട്. അനീഷ് മനസ്സ് തുറക്കൂ, നല്ല ഫ്രണ്ട്സുകൾ വരട്ടെ എന്നൊക്കെ ലാലേട്ടൻ പറയുന്നു. നല്ല കാര്യമാണത്, നല്ല കാര്യമാണ് ലാലേട്ടൻ പറയുന്നത്. പക്ഷേ ഇതൊക്കെ പറഞ്ഞ് അനീഷിനെ ഫോഴ്സ് ചെയ്യുന്നു ഷാനവാസുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് എന്നാണ് എനിക്ക് തോന്നിയത്.
അതിൻ്റെ ആവശ്യം എന്താണ്? അവിടെ ഗെയിമല്ലേ. നിങ്ങൾ ഓർക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, അഖിൽമാരാർ ഷിജു ഒരു സാധനം ഓർക്കുന്നുണ്ടോ? ആ ഒരു ഫോമിലേക്ക് ഇവരെ തട്ടിയിടുകയാണോ ആരൊക്കെയോ ചേർന്ന് ഫോഴ്സ് ചെയ്ത്? ഇല്ലെങ്കിൽ അനീഷ് അവിടെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കട്ടെ, ഞാനതേ പറയുള്ളൂ. അനീഷ് ഒറ്റയ്ക്ക് നിന്ന് കളിക്കട്ടെ. ഒറ്റയ്ക്ക് നിന്ന് കളിച്ചപ്പോൾ എന്തായിരുന്നു പുള്ളി? നമ്മളെല്ലാവരും പുള്ളിയെ വെറുത്തതാണ്. പക്ഷെ ആ വെറുപ്പിൽ നിന്നൊരു സ്നേഹം വന്നു നമുക്ക് എല്ലാവർക്കും പുള്ളിയോട്, ഇല്ലേ? അത് ഷാനവാസ് വന്നുകൊണ്ടൊന്നും അല്ല, അല്ലാതെ തന്നെ നമുക്ക് പുള്ളിയെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയായിരുന്നു. എന്തിനാ ഇവിടെ മിമിക്രി സ്റ്റേജുകളിൽ പോലും പുള്ളിയെ ഇവിടെ ആക്ട് ചെയ്ത് തുടങ്ങി. ഇനിയിപ്പം ഞാൻ പറയട്ടെ, ഷാനവാസിന് PR ഒക്കെ ഉണ്ടെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അനീഷിന് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കപ്പൊക്കെ ചിലപ്പോൾ ഷാനവാസ് കൊണ്ടുപോയേക്കാം. പക്ഷെ എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും അനീഷ് ജനങ്ങളുടെ ഇടയ്ക്ക് ഇത്രയും ഈ ഒരു 10, 49, 50 ദിവസം കൊണ്ടുണ്ടാക്കിയ ഒരു ഓളമുണ്ട്. സത്യമല്ല ഞാൻ ഈ പറയുന്നത്. സ്റ്റേജുകൾ പോലും പുള്ളിയെ ആഘോഷിക്കാൻ തുടങ്ങി, അതും ലാലേട്ടൻ ഇരിക്കുന്ന വേദിയിൽ പോലും. അതൊക്കെ ചെറിയ കാര്യമൊന്നുമല്ല, അതൊന്നും ചെറിയ കാര്യമല്ല. പക്ഷേ ഇവരുടെ ആ ഒരു കോംബോ എനിക്കിഷ്ടമാണ്. ആ കോംബോ വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു, എനിക്കിഷ്ടമാണ് അവരുടെ കോംബോ. പക്ഷേ അത് അനീഷിൻ്റെ ഗെയിമിനെ താഴത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. അത് ഞാൻ പറയുക തന്നെ ചെയ്യും. പിന്നെ ആരൊക്കെയോ അടിച്ചേൽപ്പിക്കുന്നത് പോലെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ മുന്നോട്ട് പോകാൻ വേണ്ടി എന്തിൻ്റെ കാര്യം അതൊക്കെ? എന്തിൻ്റെ കാര്യം? പുള്ളി ഗംഭീര ഗെയിമോടെ കളിച്ചുകൊണ്ടിരുന്നതാ. ആ പുള്ളി ഒതുങ്ങിയോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. നിങ്ങൾക്കുണ്ടോ? കുറച്ച് പേർക്കെങ്കിലും കാണും. ഇതിനെ PR കുട്ടന്മാർ ഇതിൻ്റെ അടി വരണ്ട, അവന്മാർ പറയുന്നത് ഞാൻ തട്ടിക്കളയത്തേ ഉള്ളൂ. അതല്ലാതെ ജനുവിലുള്ള ആൾക്കാർ ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ടെന്ന് അറിയാം. നിങ്ങളൊരു തവണ ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കും ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ എന്ന്. എന്നിട്ട് താഴെ കമൻറ്റിൽ പറ. ഇത് എൻ്റെ പേഴ്സ്പെക്റ്റീവാണ്, അത് വേറൊരു കാര്യം. അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അതിനുശേഷം BB ഹോട്ടലിനെ പറ്റിയിട്ട് ഇതൊക്കെ ഞാൻ പിന്നെ കുറച്ച് എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ഒരു അവിടെ നടന്ന കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു പേഴ്സ്പെക്റ്റീവ് പറയണമല്ലോ, അതാണ് ഞാൻ പറയുന്നത്. അല്ലാതെ അവിടെ നടക്കുന്ന ഓരോ കാര്യം മാത്രം നിങ്ങളോട് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതിനകത്തിൻ്റെ അകത്ത് മനസ്സിലായോ, ഇൻടു ഇറ്റ് ഇറങ്ങിച്ചെന്ന് കുറച്ച് കാര്യങ്ങൾ പറയണമല്ലോ. ഞാൻ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ കേട്ടോ. അങ്ങനെ കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങൾ ഭൂരിഭാഗവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ലാതെ ലൈവിലും മറ്റേ എപ്പിസോഡിലും കാണുന്നതൊക്കെ നിങ്ങളും കാണുന്നുണ്ട്, അത് മാത്രം ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ എന്താണെങ്കിലും BB ഹോട്ടലിനെ പറ്റിയിട്ടൊക്കെ ലാലേട്ടൻ അവിടെ സംസാരിക്കുന്നുണ്ട്. അപ്പം മറ്റേ അതിലോട് ചോദിക്കുന്നുണ്ട് മറ്റേ ഉപ്പ് വാരിയിട്ട വിഷയം. അപ്പം ഒണിയിലൊക്കെ പറയുന്നുണ്ട് ആ ഉപ്പ് വാരിയിട്ട് ലാലേട്ട അതപ്പം കൊടുക്കാൻ പറ്റിയില്ല, വേറെ ഞാൻ ഉണ്ടാക്കി. ഉടനെ ചോദിക്കുന്നുണ്ട് അതെന്തിനാ, ഓണറല്ലേ ഇട്ടത്, അതങ്ങോട്ട് ഉപ്പ് വാരിയിട്ട് ഉപ്പ് കൂടിയെന്നും പറഞ്ഞാൽ അത് ഉണ്ടാക്കി അങ്ങ് കൊടുക്കണം. ഗെയിമല്ലേ ഇത് മോനെ, നീ ഉണ്ടാക്കി അതേപോലെ കൊടുക്കണം. എന്നിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം ഉപ്പ് ഞാനല്ല ഓണറാണ് വാരിയിട്ടത്, എന്നിട്ട് ഓണറും ഗസ്റ്റും കൂടെ ആവട്ടെ. ആ രീതിയിലൊക്കെ അത് സത്യം പറഞ്ഞാൽ അതൊക്കെ ആയിരുന്നു ചെയ്യേണ്ടത്. ലാലേട്ടൻ ഇപ്പോൾ അതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിനുശേഷം ലാലേട്ടൻ അനുമോളോട് ചോദിക്കുന്നുണ്ട് എന്താണ് മോളെ. അപ്പം അനുമോളെ ലാലേട്ട എൻ്റെ പ്ലാച്ചിക്കുട്ടനെ വലിച്ചെറിഞ്ഞ് ലാലേട്ട ഷിയാസ് നീ എന്തിനാ മോളെ കൊടുക്കാൻ പോയത്, അത് ഗസ്റ്റ് അല്ലേ ലാലേട്ട. ചോദിച്ചു കഴിഞ്ഞാൽ ഗസ്റ്റാണെന്നും പറഞ്ഞ് ഗസ്റ്റിന് നിന്റെ ഇരിക്കുന്ന സാധനം എങ്ങനെ അറിയാനാ, ഹോട്ടലിലേക്ക് വന്നതല്ലേ, നീ ചോദിക്കണം എനിക്കൊന്നും ഇല്ലാന്ന് പറഞ്ഞേക്കണം. നീ എന്തിനാ കൊടുക്കാൻ പോയത്? ഏത് ലാലേട്ടൻ പ്രോപ്പറായിട്ടുള്ള ഗെയിമിനകത്തോട്ട് നിങ്ങൾ ഇറങ്ങിയില്ല എന്നുള്ളൊരു സാധനം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പിന്നെ മോള് കരയുന്നു, എന്തിന് കരയുന്നു? എന്തിന് കരയുന്നു? പിന്നെ ഗസ്റ്റിനെ നിങ്ങൾ അടിക്കാൻ പോകുന്നു, എന്തിന്? അതൊക്കെ അത് നിങ്ങൾ ക്യാരക്ടറിൽ നിന്ന് വിട്ടുപോയി എന്നൊരു സാധനം പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ക്യാരക്ടറിൽ നിന്ന് അവിടെ എല്ലാവരും ചില നിമിഷങ്ങളിൽ വിട്ടു പോയിട്ടുണ്ട്, അത് വേറെ കാര്യം. അനുമോളൊക്കെ പ്രത്യേകിച്ച്. അപ്പോൾ അങ്ങനെയുള്ള അനുമോള് മാത്രമല്ല, ഇടയ്ക്കെന്നാൽ കുറേ നേരം അനുമോള് ക്യാരക്ടറായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ, ഇല്ലാന്നൊന്നും അല്ല. പക്ഷെ ഇങ്ങനെയുള്ള ഷിയാസ പാവ എടുത്ത് കഴിഞ്ഞ സമയത്തൊക്കെ അനുമോളുടെ കയ്യിൽ നിന്ന് പോയി. പിന്നെ അവർക്ക് രണ്ടുപേർക്കും അറിയാം. അപ്പോൾ ആ ഒരു സമയത്ത് ക്യാരക്ടറും ഹോട്ടലും എല്ലാം മറന്നുപോയി. അതൊക്കെ ലാലേട്ടൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പിന്നെ നെവിനെ ലാലേട്ടൻ ഇടയ്ക്ക് പൊക്കി സംസാരിക്കാൻ വേണ്ടിയിട്ട്. ലെവിൻ ഇപ്പോൾ പറയുന്നുണ്ട് ലാലേട്ട മെൻ്റൽ സ്ട്രെസ് ആണ് ലാലേട്ട, ഒരു മൂഡില്ല ലാലേട്ട. ലാലേട്ടൻ്റെ കാര്യം മനസ്സിലായി, അവൻ്റെ മറ്റേ ആ കേസ് അവന് കുത്തിപ്പൊക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ അത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ആ ഒരു മെൻ്റൽ സ്ട്രെസ്സിൻ്റെ കാര്യം പറയുന്നതെന്ന് ലാലേട്ടന് പിടികിട്ടി കാണും. അതുകൊണ്ട് തന്നെ ലാലേട്ടൻ ആ ടോക്ക് അവിടെ വെച്ച് അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. ഈ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ ഞാൻ പറഞ്ഞില്ലേ, ആ സമയത്ത് കൊടുക്കേണ്ട സാധനങ്ങൾ ലാലേട്ടൻ നൈസായിട്ട് കണ്ടവർക്ക് മനസ്സിലാവും. നൈസായിട്ട് ഞാൻ ആ പോയിന്റ്സ് ഞാൻ ഓർത്ത് വെച്ചിരുന്നായിരുന്നു, വിട്ടുപോയി. പക്ഷെ കറക്റ്റായിട്ട് ലാലേട്ടൻ അവിടെ ഇവിടേക്കിട്ട് എല്ലാവർക്കും ലാലേട്ടൻ കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും പറയേണ്ട കാര്യങ്ങൾ ലാലേട്ടൻ പറയുന്നുണ്ട്. ഈ നെവിൻ നമ്മുടെ ഷാനവാസിൻ്റെ ഈ തൊട്ടു പിടിച്ചു ആ ഒരു വിഷയത്തിലൊക്കെ വൃത്തിക്ക് പറയുന്നുണ്ട്. പക്ഷെ അത് പ്രോപ്പറായിട്ട് നെവിൻ എണീറ്റ് നിന്ന് നെവിൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാനും അതിൻ്റെ കാര്യങ്ങൾ ചോദിക്കാനും അത് ലാലേട്ടൻ നിന്നില്ല. സത്യം പറഞ്ഞാൽ ലാലേട്ടൻ നിൽക്കാഞ്ഞത് വളരെ നന്നായി. കാരണം അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കും, ഉറപ്പായിട്ടും നയിക്കും. കാരണം ഒരിക്കലും നെവിനെ നമുക്ക് കുറ്റം പറഞ്ഞ ആ വിഷയത്തിൽ ലാലേട്ടൻ നിൽക്കാൻ പറ്റത്തില്ല. ഷാനവാസിനെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ഷാനവാസ് ഉടനെ പറയും എൻ്റെ ശരീരമാണ് ലാലേട്ട, എനിക്കിഷ്ടമില്ലാതെ തൊട്ടു, അതെനിക്കിഷ്ടമല്ല, എൻ്റെ കൂടെ ഞാൻ കിടത്തിയിട്ടില്ല, ആദ്യം തൊട്ട് ഞാൻ ഓടിച്ചു വിട്ടു. തീർന്നില്ലേ? അത് ഷാനവാസിൻ്റെ ഇഷ്ടമാണ്, ഷാനവാസിൻ്റെ ബോഡി.
അവിടെ മറ്റേ കഴിഞ്ഞ ആഴ്ചയിലെ പോലെ ഒന്നും പറയാൻ പറ്റത്തില്ല. ഷാനവാസ് എന്താ ഷാനവാസ് ഇങ്ങനെ പറയുന്നത്, പവൻ പയ്യനല്ലേ ഷാനവാസ്, നടക്കത്തില്ല. ഷാനവാസിന്റെ ഇഷ്ടം, ഷാനവാസിന്റെ ശരീരം, അവിടെ ആര് തുടരണവും ഷാനവാസ് തീരുമാനിക്കും. അതും ഷാനവാസ് ആ ഒരു കാര്യത്തിലൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയം ഒരു പരിധി കൂടുതൽ ചർച്ചാ വിഷയമാക്കാൻ പറ്റത്തില്ല. അത് പല കമ്മ്യൂണിറ്റികൾ വരും, വേറെ ലെവലിലേക്ക് പോകും. അത് ലാലേട്ടനും ബിഗ് ബോസിനും ഒക്കെ അറിയാം. അതുകൊണ്ടാണ് അവിടെ എവിടെയും തൊടാതെ ഈ ഒരു ടോപ്പിക്ക് ലാലേട്ടൻ കൈകാര്യം ചെയ്ത് വിട്ടത്. അതിനുശേഷം നമ്മുടെ ജിഷിനെയൊക്കെ പൊക്കുന്നുണ്ട്. ജിഷിന്റെ ഈ ഭക്ഷണ പ്രശ്നം, അതായത് ജിഷിന് കുക്ക് ചെയ്യണം എന്നൊരു സാധനം. അപ്പോൾ അടുത്ത ആഴ്ച ഒണിയിലാണല്ലോ ക്യാപ്റ്റൻ. അപ്പോൾ ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട്, ക്യാപ്റ്റൻ നിങ്ങളത് നോക്കൂ, നിങ്ങളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും മനുഷ്യരല്ലേ, അവർക്ക് വെജ് കഴിക്കണം. അപ്പോൾ അടുത്ത ആഴ്ചത്തേക്ക് ഒരാഴ്ച നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ഈ കിച്ചൺ ടീമിലേക്ക് വെജ് കുക്ക് ചെയ്യാൻ വേണ്ടി ഒരാളെ എടുത്തങ്ങിടൂ, ഒരാഴ്ച ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് പറ്റിയില്ലെങ്കിൽ അപ്പം ഒണിയിൽ പറയുന്നുണ്ട് ലാലേട്ടൻ അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ വെജ് ഉള്ളവർക്ക് വെജ് ഫസ്റ്റ് കുക്ക് ചെയ്യാം, എന്നിട്ട് ഞങ്ങൾ നോൺ വെജ് ഉള്ള ദിവസം നോൺ വെജ് കുക്ക് ചെയ്തോളാം. സത്യം പറഞ്ഞാൽ അത് മതി. പക്ഷേ ജിഷിൻ കുക്ക് ചെയ്താലേ പറ്റൂ, അതാണ് പ്രശ്നം. അതൊക്കെ വീട്ടിലിരിക്കണമായിരുന്നു. അങ്ങനെയൊക്കെ ഇതുപോലുള്ളൊരു ഷോയ്ക്കൊന്നും പോകരുത്, ഞാൻ അങ്ങനെ പറയുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പ്ലാച്ചിക്കുട്ടനെ തിരിച്ച് ലാലേട്ടൻ കൊടുക്കുന്നുണ്ട്. മറ്റേ പുറത്തുനിന്ന് ഒരു ഗസ്റ്റ് ഉണ്ട്, പോയി നോക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ പുറത്തേക്ക് പോകുമ്പോൾ മറ്റേ പറന്നൊക്കെ വരും നമ്മുടെ പ്ലാച്ചിക്കുട്ടൻ വന്ന് അകത്ത് വീഴുന്നുണ്ട്. പ്ലാച്ചി 2.0 എന്നൊക്കെ നമ്മുടെ ബിന്നി പറയുന്നുണ്ട്. ഒരു ഗെയിം മാറിയതായിരുന്നു. പിന്നെയും അതിനകത്തോട്ട് തന്നെ അനുമോളെ വിളിച്ചിടേണ്ട കാര്യം ഇതിനകത്ത് നിന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിക്കോ. ബിഗ് ബോസ് ടീം അംഗങ്ങൾ തന്നെയാണ്, പുറകിലുള്ളവർ തന്നെയാണ്, അണിയറ പ്രവർത്തകർ തന്നെയാണ് ഈ ഒരു ഗെയിം ഡിസൈൻ ചെയ്ത് വീണ്ടും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിലും അത് അങ്ങനെ ഉള്ളൂ. ഒരു സ്റ്റോറി ലൈൻ ഉണ്ട്, ഞാൻ തുടക്കത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു സ്റ്റോറി ലൈൻ ഉണ്ട്. അപ്പം അനുമോളുടെ പ്ലാച്ചിയെ അവർ ആദ്യമേ പുറത്തേക്ക് എടുത്തു, വീണ്ടും അകത്തേക്ക് ഇട്ട് കൊടുത്തു. അനുമോൾ ആ ഒരു സാധനം ഇനി വീണ്ടും പിടിച്ച് മുന്നോട്ട് കളി നടക്കും. അപ്പോൾ അതാണെങ്കിലും ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് മറ്റേ നോമിനേഷൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ബിന്നിയെയും നൂറേനെയൊക്കെ സേഫ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ അറിഞ്ഞ പോലെ തന്നെ നാളെ നമ്മുടെ റെനക്കൊച്ച് എന്തായാലും കഴിഞ്ഞു, പുറത്തിറങ്ങി. നാളെ എന്തായാലും എയർപോർട്ടിലൊക്കെ എത്തത്തുള്ളൂ. നമ്മുടെ പാതിരാത്രിയിലായിരിക്കും എന്തായാലും നമ്മൾ എപ്പിസോഡൊക്കെ കഴിയുന്ന സമയത്ത് ഒക്കെ ആയിരിക്കും വന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഈ നോമിനേഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വൈൻഡപ്പ് സമയത്ത് ലാലേട്ടൻ ഒരു കാര്യം പറഞ്ഞു, ആരെയും റെപ്രസെൻറ്റ് ചെയ്തിട്ടല്ല ഇവിടെ വന്നിരിക്കുന്നത് എന്നൊരു ഡയലോഗ് ലാലേട്ടൻ്റെ വായിൽ നിന്ന് വീണു. ഞാനതാ പറഞ്ഞത്, ലാലേട്ടൻ ഈ എപ്പിസോഡിൽ അവിടെയും ഇവിടെയും തൊടാതെ പല കാര്യങ്ങളും പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ഡയറക്റ്റ് ആയിട്ട് ലാലേട്ടന് പറയാൻ പറ്റില്ല. അതിന് നമ്മൾ ലാലേട്ടനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, പറയാൻ പറ്റത്തില്ല. അതാണ് പ്രശ്നം. എങ്ങനെ പറയാൻ പറ്റും? നെവിൻ മറ്റേ പോയി തോണ്ടിയതിൻ്റെയോ അങ്ങനത്തെ എന്തെങ്കിലും വീഡിയോ ക്ലിപ്പ് എടുത്ത് വെച്ച് കാണിക്കും, നീ എന്തിനാ മോനെ തോണ്ടിയെന്ന് ചോദിക്കാൻ പറ്റുമോ? ഇല്ല. ഷാനവാസിനെ കുറ്റം പറയാൻ പറ്റുമോ? ഷാനവാസ് എന്തിനാണ് ഒരാൾ നിങ്ങളെ തൊട്ടുടനെ നിങ്ങൾ എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത്? ഷാനവാസ് അപ്പോൾ പറയും, എൻ്റെ ശരീരം ലാലേട്ടാ, എനിക്കത് ഇഷ്ടമായില്ല, അവിടെ തീർന്നോ. സോ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു ടോപ്പിക് എടുത്ത് സംസാരിക്കുമ്പോൾ വരും. ലക്ഷ്മി മറ്റേ ആട്ടിയ പോലത്തെ സീനല്ല. ലക്ഷ്മി ആട്ടിയത് ഓക്കെ, അത് എടുത്തു വെച്ച് താങ്ങാം. പക്ഷെ ഈ ഒരു വിഷയത്തിൽ അത് പറ്റത്തില്ല. അതുകൊണ്ടായിരിക്കാം ഇന്ന് എടുക്കാഞ്ഞത്, എനിക്ക് തോന്നുന്നില്ല. ഇന്നലെ എടുക്കാഞ്ഞത് എനിക്ക് തോന്നുന്നില്ല. ഞായറാഴ്ചത്തെ എപ്പിസോഡിലും ആ ഒരു വിഷയം എടുക്കുമോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എടുത്താൽ പോലും വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരുപാടങ്ങ് വലിച്ചു കീറി ആ ഒരു രീതിയിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പോയാൽ ബോറായി പോകും. ഇല്ലെങ്കിൽ ഞാൻ വെയിറ്റിംഗ് ആണ്. അതെങ്ങനെ അല്ലെങ്കിൽ ഇവർ ഹാൻഡിൽ ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. അതെങ്ങനെ നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ വളരെ നല്ല കാര്യം. പക്ഷെ എന്താണെങ്കിലും ഇന്നലെ നെവിന് നല്ല സങ്കടമായിട്ടുണ്ട് ലാലേട്ടൻ ആ ഒരു കേസ് എടുക്കാത്തതിൻ്റെ. നെവിൻ വിചാരിച്ചോ വന്ന് അങ്ങോട്ട് പൊരിക്കും ഷാനവാസിനെ എന്നാണ്, പക്ഷെ നടന്നില്ല. എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ബിന്നി അതിനെപ്പറ്റി നമ്മുടെ നെവിനോട് സംസാരിക്കുന്നുണ്ട്. അത് അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വിട്ട് കളയുന്നുണ്ട്. നെവിൻ കട്ടിലെ വന്ന് കിടപ്പുണ്ട്, വയ്യ, സങ്കടമുണ്ട്. നെവിനെയും കുറ്റം പറയാൻ പറ്റത്തില്ല. നെവിൻ ഒരു മറ്റേ അകത്തുനിന്നൊരു സാധനം, പുറത്ത് എങ്ങനെയായിരിക്കും ഇത് പോയിരിക്കുന്നത്, എനിക്ക് നല്ല ചീത്തപ്പേര്, ആ ഒരു സാധനം നെവിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെയാണ് ഇന്നലെ എപ്പിസോഡിൽ നടന്നത്. വലിയ കാര്യങ്ങളൊന്നും ഇല്ലടേ, ചെറിയ ലൈറ്റ് കാര്യങ്ങളായിരുന്നു ഇന്നലെ എപ്പിസോഡിലുള്ളത്. പിന്നെ ഞാൻ കുറച്ചും കൂടെ ഇങ്ങനെ തിങ്ക് ചെയ്ത് കുത്തിക്കിഴിഞ്ഞെടുത്തതാണ്, പ്രത്യേകിച്ച് അനീഷ് ഷാനവാസ്. അതെനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അവരുടെ കോംബോ ഇഷ്ടമാണ്. എന്നാൽ അനീഷ് ഷാനവാസ് ഓപ്പോസിറ്റ് നിന്ന് കളിക്കണം എന്നുള്ളത്, കാരണം അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്, അടിപൊളിയായിരുന്നത്. മനസ്സിലായില്ലേ? അനീഷ് ഒരാളോടും കൂട്ടുകൂടാതെ ഒറ്റയാനായി നിന്ന് കളിച്ച കളിയുണ്ട്. അതായിരുന്നു കളി. ആ കളി അനീഷിനെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ ആ കളിക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഷാനവാസുമായിട്ട് മറ്റേ തോളും കൈയിട്ടിട്ട് ഉള്ള കളി, അതിനെക്കാട്ടിലും എന്ത് രസമായിരുന്നു അനീഷ് ഒറ്റയ്ക്ക് നിന്ന് കളിച്ചപ്പോഴത്തേക്ക്, അല്ലേ? എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഷാനവാസുമായിട്ട് നിൽക്കുമ്പോൾ രണ്ടുപേരും ഓക്കെ ഉണ്ട്, തമാശകൾ രണ്ടുപേരും പറയുന്നുണ്ട്, നല്ല രസമാണ്, അവരുടെ ഇൻട്രാക്ഷൻസ് ഒക്കെ ഭയങ്കര രസമാണ്. ആ രസം ഉണ്ടായിക്കോട്ടെ, അത് അവരുണ്ടാക്കിക്കോട്ടെ. പക്ഷേ ഗെയിമിലേക്ക് പോകുമ്പോൾ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് നിന്ന് അപ്പുറം നിന്ന് അവർക്ക് കളിക്കാൻ പറ്റിയാൽ അത് ഗംഭീരമായേനെ. അതും കൂടെ മിസ്സായിപ്പോയി. ഇവരുടെ ഈ കോമഡികളും ഇവർ ഒന്നിച്ചിരുന്നുള്ള സംസാരവും കോൺവെർസേഷനും അതൊക്കെ വന്നപ്പോഴത്തേക്ക് അപ്പുറം നിന്ന് കൊമ്പ് കുറക്കുന്ന ആ ഒരു സാധനം,
അത് വേണമായിരുന്നു. അതായിരുന്നു കുറച്ചുകൂടെ പവർ. അത് കൂടുതലും പവർ ഉണ്ടാക്കിയിരുന്നത് അനീഷേട്ടനാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അനീഷേട്ടൻ ഡൗൺ ആയിപ്പോയി. അനീഷേട്ടൻ്റെ ഗെയിമാണ് പോയത്. ഇവരുടെ ഈ രസകരമായിട്ടുള്ള മൊമെന്റ്സ് വന്നപ്പോൾ അത് കൂടുതലായിട്ട് ഷാനവാസിന് ബെനിഫിറ്റ് ആയതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. പക്ഷെ അനീഷ് ആ ഒരു ഗെയിമർ കാണുമായിരിക്കും, ചിലപ്പോൾ പുള്ളി എന്തെങ്കിലും തിങ്ക് ചെയ്യുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മാറ്റം കുറച്ചുകൂടെ കഴിയുമ്പോൾ എന്തെങ്കിലും വരട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഇന്നലെ ലൈവിൽ ഇതൊക്കെയാണ് നടന്നത്. പിന്നെ ലൈവിലല്ല, നമ്മുടെ എപ്പിസോഡിൽ ലൈവില്ല, ഇന്ന് നാളെ എന്തായാലും ലൈവില്ല. ഇനിയപ്പം നാളത്തെ എപ്പിസോഡ് കണ്ടിട്ട് അതിൻ്റെ കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നിങ്ങളിലേക്കൊക്കെ എത്താം. അപ്പോൾ അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്. പിന്നെ ലൈക്ക് ചെയ്യാൻ എല്ലാവരും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അപ്പോൾ